കൽപ്പേനി മിനിക്കോയ് അതൊരു സെക്ടറാണ്. പിന്നെ അടുത്ത് വരുന്നത് കവരത്തി ആന്ത്രോത്ത് ഒരു സെക്ടറായിരിക്കും. അമേനി കടമ മകത്തി ഒരു സെക്ടർ, കിൽത്തൻ ചെത്തലംബിത്ര ഒരു സെക്ടർ. അങ്ങനെ 4 സെക്ടറിലേക്ക് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും മംഗലാപുരത്തു നിന്നും കപ്പലുകൾ ഡയറക്റ്റ് പോവുക തിരിച്ചു വരിക. അങ്ങനെ വരുമ്പോൾ ഒരാഴ്ചയിൽ 2 മാക്സിമം 3 തവണ നമുക്ക് കപ്പലുകൾ കൊച്ചിയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. കപ്പൽ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ഈവൻ 80% ഓൺലൈൻ ടിക്കറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട അസുഖബാധിതരെ കൊണ്ടുപോകാൻ ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ചെലവ് ദ്വീപ് നിവാസികൾക്ക് താങ്ങാനാകാത്തതിനാൽ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുമെന്നും മുഹമ്മദ് ഫൈസൽ വ്യക്തമാക്കി. ലക്ഷദ്വീപിലെ മൊത്തം ജനങ്ങളെയും സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ് കവറേജ് കൊണ്ടുവരാനാണ്. ബിഡ് ഡോക്യുമെന്റ് കൊടുത്തിരിക്കുന്ന എല്ലാ പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനിയും അതിനെ കോട്ട് ചെയ്യാൻ വേണ്ടി 3.5 ലക്ഷം രൂപ ഒരു ഫാമിലിക്ക്. ഈ കേരളത്തിലെ ഒരു എംപാനൽഡ് ഹോസ്പിറ്റൽ ഉണ്ടാവും. കേരളം എന്ന് പറഞ്ഞപ്പോൾ കൊച്ചി, കാലിക്കറ്റ്, മാംഗ്ലൂർ ഇവിടെയാണ് കൂടുതൽ ദ്വീപുകാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് പ്രീമിയം ഗവൺമെന്റ് അടക്കും. ദ്വീപിലെ വിദ്യാഭ്യാസം, മത്സ്യബന്ധനം തുടങ്ങിയ രംഗങ്ങളിൽ കൂടുതൽ വികസനം കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.